ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാത്തിമ ഷമീർ. നമുക്കിപ്പോൾ ഒരു ഈസി ആയിട്ടൊരു പരിപ്പ് കറി വെച്ചാലോ. ഇത് തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനായിട്ട് 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറിക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പരിപ്പ് എടുക്കുക. 1/2 കപ്പ് പരിപ്പിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് 2 വിസിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. 2 വിസിലിന് ശേഷം കുക്കർ തുറന്നപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് ഇതുപോലെ റെഡിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കൊരു കടായി വെക്കാം. കടായി നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് അതിലേക്ക് 2 വറ്റൽമുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് അത് നന്നായിട്ട് പൊട്ടുമ്പോൾ ഞാനിവിടെ 1 സവാള, 1 വലിയ തക്കാളി, 3 പച്ചമുളക്, 4-5 വെളുത്തുള്ളി ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ നമ്മുടെ കടായിലോട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ സവാളയെല്ലാം ഒന്ന് വാടി വരണം. വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലയുടെ പച്ച മണമൊക്കെ മാറി ഒരു പേസ്റ്റ് പരുവം പോലെ ആയി വരണം. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ ഓയിലെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് പരിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പരിപ്പെല്ലാം ഒരുപാട് ഉടയണ്ട, ഒരു ചെറുതായിട്ട് ഒന്ന് ഉടഞ്ഞ് ചേരണം. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. വളരെ ഈസി ആയിട്ടുള്ള പരിപ്പ് കറിയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം നമ്മുടെ പരിപ്പിന് ആവശ്യമുള്ള കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് കൂടി തീ ഓഫ് ആക്കിയിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള അടിപൊളി പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.